നമസ്കാരം. ഭഗവാന്റെ കരുണ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമെന്നത് പുരാണതത്വം. ദേവന്മാർ ഇന്നും തേനീച്ചകളുടെ രൂപത്തിൽ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ താമസിച്ച് ഭഗവാനെ പൂജിക്കുന്നതും ശസ്ത്രക്രിയയ്ക്ക് തീയതി കുറിച്ച രോഗികളും ശസ്ത്രക്രിയ കഴിഞ്ഞവരും അവശ്യം സന്ദർശിക്കുന്ന ചിത്രഗുപ്ത സന്നിധിയുള്ള ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ മധുവന നായകി സമേത മധുവനേശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ കുംഭകോണം നാഗൂർ പാതയിൽ നന്നിലം എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, മധുവനേശ്വരർ, കല്യാണസുന്ദരർ, ബൃഹദീശ്വരർ, പ്രകാശനാഥർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, മധുവനേശ്വരി, ദേവകാന്താര നായകി, ബൃഹദീശ്വരി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പ്രധാനമായും ഞരമ്പ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറാനും ശസ്ത്രക്രിയയോടനുബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറാനും പ്രാപ്തിയുള്ള ക്ഷേത്രമാണിത്. പുരാണങ്ങളിൽ ഇവിടം മധുവനം, സുന്ദരവനി, ദേവാരണ്യം, ബൃഹത്പുരം എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു. നിറയെ കാർഷിക ഭൂമിയുള്ളതിനാൽ ഈ പ്രദേശത്തിന് നന്നിലം എന്ന പേര് വന്നു. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 134ാമത്തേതും കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 ശിവക്ഷേത്രങ്ങളിൽ 201ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ സുന്ദരമൂർത്തി നായനാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി പതികം പാടിയിട്ടുണ്ട്. പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 70 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചങ്കൻ ചോഴനാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. സ്വാതി നക്ഷത്ര ജാതകരുടെ ദോഷപരിഹാര സ്ഥലവും കൂടിയാണ് ഈ ക്ഷേത്രം. ചെറിയൊരു കുന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കുന്നിന്റെ ഉദ്ഭവ രഹസ്യം ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് ദേവസഭയിൽ ആദിശേഷനും വായുഭഗവാനുമിടയിൽ ആരാണ് ഏറ്റവും ബലശാലി എന്നൊരു തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് ആദിശേഷൻ തൻ്റെ 1000 തലകൾ കൊണ്ട് മേരുപർവ്വതത്തിൻ്റെ 1000 ശിഖരങ്ങളെയും മറച്ചുവെച്ച് വായുഭഗവാനോട് തന്നെ അടർത്തി മാറ്റാൻ വെല്ലുവിളിച്ചു. വായുഭഗവാൻ ശക്തിയായി കാറ്റുവീശിയെങ്കിലും മേരുപർവ്വതത്തെ അനക്കാനായില്ല. പക്ഷേ എല്ലാ ലോകങ്ങളും ഈ മത്സരത്തിൽ ഞെട്ടിവിറച്ചു. പ്രപഞ്ചം തന്നെ നശിച്ചുപോകും എന്ന് ഭയന്ന ദേവന്മാർ ഇരുവരോടും മത്സരം നിർത്താൻ അഭ്യർത്ഥിച്ചപ്പോൾ ആദിശേഷൻ മേരുപർവ്വതത്തിൻ്റെ ഒരേ ഒരു ശിഖരം മാത്രം വിട്ടുകൊടുത്തു. വായുഭഗവാൻ ആ ശിഖരത്തെ പറിച്ചെടുത്ത് തെക്കിലുള്ള സമുദ്രത്തിൽ കൊണ്ടിടാൻ പോകുമ്പോൾ ഒരു തുള്ളി അളവ് ഭാഗം കീഴെ വീണതാണ് ഈ കുന്ന് എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. സമതലമായിരുന്ന ഈ പ്രദേശത്ത് ശിഖരത്തിന്റെ ഭാഗം വീണ സ്ഥലം കുന്നായി മാറിയതിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. കൃതയുഗത്തിൽ സോമപുരി ഭരിച്ചിരുന്ന ബൃഹദ്രാജൻ എന്ന രാജാവിന്റെ തപശക്തിയിൽ സംപ്രീതനായി ശിവഭഗവാൻ ഈ സ്ഥലത്ത് തേജോലിംഗമായി ദർശനം കൊടുത്തു. രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ തന്റെ ശൂലം കൊണ്ട് ഇവിടെ ഗംഗാതീർത്ഥം സൃഷ്ടിച്ചു. ഇന്നത് ശൂലതീർത്ഥം, ബൃഹത് ഗംഗാതീർത്ഥം എന്നെല്ലാം അറിയപ്പെടുന്നു. വേറൊരു ഐതിഹ്യം, ത്രേതായുഗത്തിൽ വൃത്രാസുരൻ എന്ന അസുരൻ ദേവന്മാരെ സദാ ഉപദ്രവിച്ചു വന്നു. ദേവലോകവാസികൾ ഇവിടെ എത്തി ശിവഭഗവാനോട് പരാതിപ്പെട്ടു. ഭഗവാൻ ദേവന്മാരെ അസുരനിൽ നിന്ന് രക്ഷിക്കാൻ തേനീച്ചകളാക്കി മാറ്റി എന്ന് മാത്രമല്ല, ഗർഭഗൃഹത്തിൽ തേനീച്ചകളെ കൂടുകെട്ടി വസിച്ച് ശിവപൂജ ചെയ്യാൻ നിർദ്ദേശിച്ചു. ദേവന്മാർ തേനീച്ചകളായി അമൃതിന് തുല്യമായ മധുപർക്കം എന്ന ഉയർന്ന തരം തേൻ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തതിനാൽ ഭഗവാന്റെ നാമം മധുവനേശ്വരർ എന്നും ഈ പ്രദേശം മധുവനം എന്നും അറിയപ്പെട്ടു. കോവിലിന്റെ ഗർഭഗൃഹത്തിലും മറ്റു സ്വകാര്യ കോണുകളിലും ഭക്തർക്ക് ഉപദ്രവം ചെയ്യാതെ ഇന്നും തേനീച്ചകൾ വസിച്ചു വരുന്നു. ദദീജി മഹർഷിയുടെ മുതുകല്ലുകൊണ്ട് വൃത്രാസുരനെ വധിച്ച ഇന്ദ്രൻ ഇവിടെയുള്ള ശൂലതീർത്ഥത്തിൽ നീരാടി തന്റെ ബ്രഹ്മഹത്യാദോഷം മാറ്റിയതായാണ് പുരാണങ്ങളിൽ പരാമർശം. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും മുടികൊണ്ടാൻ ആറ്റിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നതും 270 അടി നീളവും 135 അടി അകലവുമുള്ള മധുവനേശ്വരർ തിരുക്കോവിൽ ചോഴ രാജാക്കന്മാരിൽ കോച്ചങ്കൻ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. 2008 സെപ്റ്റംബർ മാസത്തിലാണ് കുംഭാഭിഷേകം നടന്നത്. കിഴക്ക് ദർശനമായ പ്രവേശന കവാടം കടന്ന് അകത്തെത്തിയാൽ ക്ഷേത്രത്തിനു മുൻവശത്തായി വിനായകർ, ക്ഷേത്രമുറ്റത്തായി കൊടിമര വിനായകർ, നന്ദികേശ്വരർ, ബ്രഹ്മാവ് പൂജിച്ച ബ്രഹ്മപുരീശ്വരർ ശിവലിംഗം, അഗസ്ത്യ മഹർഷി പൂജിച്ച അഗസ്തീശ്വരർ ശിവലിംഗം. ക്ഷേത്രം 2 തട്ടായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 18 പടി കയറി മുകളിലെത്തിയാൽ മൂലവർ മധുവനേശ്വരർ സന്നിധി. കരുവറയിൽ സ്വയംഭൂ ശിവലിംഗമായി ഭഗവാൻ മധുവനേശ്വരർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഏകാദശിക്കും പ്രദോഷത്തിനും മൂലവരെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ മോക്ഷം എന്നാണ് വിശ്വാസം. പ്രകാരത്തിൽ സോമസ്കന്ദർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ചണ്ഡികേശ്വരർ. ചണ്ഡികേശ്വരർ ഭഗവാനെ പ്രാർത്ഥിച്ച് യോഗനിലയിലിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ തപത്തിന് ഭംഗം വരുത്തരുതെന്ന് ബോർഡ് വച്ചിരിക്കുന്നു. കീഴെ പ്രകാരങ്ങളിൽ ബ്രഹ്മാവ്, ദുർഗ, കേതു, വള്ളിദേവ്യാനി സമേത മുരുകൻ, ദക്ഷിണാമൂർത്തി, മഹാലക്ഷ്മി, നാൽവർ, സൈക്കിഴാർ, സിദ്ധിവിനായകർ, സൂര്യൻ, ശനീശ്വരൻ, ഭൈരവർ, ചണ്ഡികേശ്വരർ, ചണ്ഡികേശ്വരി, ചിത്രഗുപ്തൻ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. നവഗ്രഹ മണ്ഡപത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ നോക്കിയും സൂര്യനും ഗുരുവും പരസ്പരം നോക്കിയും നിലകൊള്ളുന്നു. ശസ്ത്രക്രിയയ്ക്ക് നാൾ കുറിച്ചിരിക്കുന്ന രോഗികൾ ഇവിടം സന്ദർശിച്ച് ചിത്രഗുപ്തർക്ക് വസ്ത്രം ചാർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന പല രോഗികൾക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഭക്തർ ഇവിടെ വന്നു പോകുന്നതിനുള്ള പ്രധാന കാരണം.
ഇനി ശസ്ത്രക്രിയ കഴിഞ്ഞവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മുറിവുകൾ വേഗം ഗുണമാവും എന്നത് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. കീഴെ തനി ക്ഷേത്രമായാണ് അമ്മൻ സന്നിധി. തായാർ മധുവന നായികി എന്ന നാമത്തിൽ വലതുകരത്തിൽ മണിമാലയോടെയും ഇടതുകരത്തിൽ താമരയോടെയും അഭയവരദ മുദ്രകളോടെ തെക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഭക്തർ സന്താനഭാഗ്യത്തിനും വിവാഹ തടസ്സം മാറാനും ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഞരമ്പ് സംബന്ധമായ രോഗങ്ങളുള്ളവർ ഇവിടെ ഭഗവാനും ദേവിക്കും 10 വീതം നെയ്വിളക്ക് തെളിയിച്ചാൽ അസുഖങ്ങൾ പെട്ടെന്ന് മാറുമെന്നാണ് വിശ്വാസം. ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട ദേവതീർത്ഥത്തിൽ മാസിമാസം നീരാടി ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിച്ചാൽ സകല കഷ്ടപ്പാടിൽ നിന്നും മോചനം എന്നാണ് പറയുന്നത്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ദേവതീർത്ഥം ബ്രഹ്മതീർത്ഥം ശൂലതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, തൃക്കാർത്തിക, വൈകാശി വിശാഖം, മാർഗഴി തിരുവാതിര, മഹാശിവരാത്രി, ആടിമാസം സ്വാതി നക്ഷത്രത്തിൽ സുന്ദരർക്ക് ഗുരുപൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 30 കിലോമീറ്റർ, തിരുവാരൂരിൽ നിന്ന് 17 കിലോമീറ്റർ, നന്നിലം ബസ് സ്റ്റാൻഡിൽ നിന്ന് 1/2 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നന്നിലം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.